ഇന്നലെ പ്ലസ് ടുവിൽ ഞാനൊരു വീഡിയോ ചെയ്തു അല്ലേ, നിങ്ങളുടെ എന്താണ് പ്ലസ് ടു നിങ്ങളുടെ അവസ്ഥ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതിൽ ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തൊരു കാര്യമാണെന്ത്, അവർക്ക് ഏറ്റവും പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല, പഠിച്ചതൊക്കെ മറന്നു പോകുന്നതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം അല്ലേ. അതായത് ഓണം എക്സാമിന് ഇനി പഠിച്ചാൽ ഫുൾ A+ കിട്ടുമെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തപ്പോൾ, ഫുൾ മാർക്ക് കിട്ടുമെന്നൊരു വീഡിയോ ചെയ്തപ്പോൾ അതിനിടെ ഇരുന്ന കമൻറ്റുകളാണ് അവർക്ക് എത്ര പഠിച്ചിട്ടും ഓർമ്മയിൽ നിൽക്കുന്നില്ല, എത്ര പഠിച്ചിട്ടും ഒന്നും മറന്നു പോവുകയാണെന്നുള്ളൊരു പ്രശ്നം. ആ പ്രശ്നം സോൾവ് ചെയ്യാൻ ഒരു ടെക്നിക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിലുള്ള കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കുറേയൊക്കെ എന്ത് ചെയ്യും, പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിക്കുന്ന കാര്യം നിങ്ങളിപ്പോൾ ഒരു ദിവസം 3 മണിക്കൂർ പഠിക്കാനിരിക്കുന്നു, അത് നിങ്ങളൊരു ചാപ്റ്ററാണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിനെ ഡിഫറെൻറ്റ് ടോപ്പിക്കായി ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, നിങ്ങളൊരു ദിവസം പഠിക്കാനിരിക്കുമോ മക്കളെ, ആ പഠിക്കാൻ ഇരിക്കുന്ന ദിവസം നിങ്ങൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിനെ സ്റ്റഡി ബൈ പാർട്സ് ആക്കിയിട്ട് ഭാഗം അല്ലെങ്കിൽ ടോപ്പിക്കാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാം. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഞാൻ ഒരു ചാപ്റ്റർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ, ഹിസ്റ്ററിയുടെ ഒരു ചാപ്റ്റർ ഞാൻ എന്ത് ചെയ്യാണ് എക്സാമ്പിൾ എടുക്കുക കേട്ടോ. അപ്പോൾ ഹിസ്റ്ററിയിലെ ചാപ്റ്റർ എടുക്കുമ്പോൾ എന്താ, ഫസ്റ്റ് നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുന്നു, അടുത്തൊരു ടോപ്പിക്ക് പഠിക്കുന്നു, അടുത്തൊരു ടോപ്പിക്ക് പഠിക്കുന്നു, അടുത്തൊരു ടോപ്പിക്ക് പഠിക്കുന്നു. അങ്ങനെ ഒരു ചാപ്റ്ററിനെ ഡിഫറെൻറ്റ് ടോപ്പിക്കായിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെ നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് കുറേ പെട്ടെന്ന് എന്ത് ചെയ്യും, തലയിൽ കയറാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നിങ്ങൾ തിയറി സബ്ജക്റ്റ്, ബിസിനസ്, എക്കണോമിക്സ്, ഹിസ്റ്ററി, പൊളിറ്റിക്സ് പോലെ തിയറി സബ്ജക്റ്റ് ആണെങ്കിൽ എഴുതി പഠിക്കട്ടെ. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എഴുതി പഠിക്കുക അല്ലേ, ഒന്ന് എഴുതി പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ വായിച്ച് പഠിക്കുന്നതിനേക്കാളും ഉപരി എഴുതി പഠിക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം, ബിസിനസ്സിൻ്റെ നോട്ടൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ എഴുതിയിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ പഠിച്ചു പോവുക. അങ്ങനെ എഴുതി പഠിക്കുമ്പോൾ നിങ്ങളുടെ തലയിലേക്ക് ആ സാധനം കൂടുതലായിട്ട് സ്റ്റോർ ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ തലയിലേക്ക് കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ പാർട്സ് ആക്കിയിട്ട് എഴുതി പഠിക്കുക. അടുത്ത ചെയ്യേണ്ടത് ആക്റ്റീവ് റീകോൾ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ്, മൺഡേ എന്ത് ചെയ്തു, ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുക. ട്യൂസ്ഡേ രാവിലെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, സ്കൂളിലേക്ക് പോകുന്നില്ല. നിങ്ങൾ സ്കൂളിലേക്ക് നടന്നിട്ടാണ് പോകുന്നതെങ്കിൽ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, നിങ്ങൾ അത് ഒന്ന് ആലോചിക്കുന്നു. നടന്നിക്കുന്ന സമയത്ത് ഞാൻ ഇന്നലെ പഠിച്ചത് എന്തായിരുന്നു, യെസ് അതായിരുന്നു, ആ ഡെഫിനീഷൻ ആയിരുന്നു, ആ തിയറി ആയിരുന്നു, ആ ഒരു ഡെഫിനീഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ആ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു. നിങ്ങൾ മൺഡേ പഠിച്ച കാര്യങ്ങൾ ട്യൂസ്ഡേ സ്കൂളിലേക്ക് നടക്കുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിൽ തിരിച്ചു വരുമ്പോഴോ ഫുഡ് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ബാത്റൂമിൽ കുളിക്കുമ്പോഴോ ആ സമയത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, റീകോൾ ചെയ്യുക അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഒഴിവുള്ള സമയത്തൊക്കെ തലേന്ന് പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, പിറ്റേന്ന് റീകോൾ ചെയ്യും. അപ്പോൾ മൺഡേ പഠിച്ച കാര്യം നിങ്ങൾ ട്യൂസ്ഡേ റീകോൾ ചെയ്യുന്നു, ട്യൂസ്ഡേ പഠിച്ച കാര്യം നിങ്ങൾ വെനസ്ഡേ റീകോൾ ചെയ്യുന്നു, വെനസ്ഡേ പഠിച്ച കാര്യം നിങ്ങൾ തേഴ്സ്ഡേ റീകോൾ ചെയ്യുന്നു. അങ്ങനെ ഓരോ ദിവസവും പഠിച്ചത് പിറ്റേന്ന് നിങ്ങൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഫുഡ് കഴിക്കുമ്പോഴും കുളിക്കുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലൊക്കെ പോകുമ്പോഴൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് റീകോൾ ചെയ്ത് നോക്കുക. അങ്ങനെ നിങ്ങൾ മൺഡേ പഠിച്ച കാര്യം നിങ്ങൾ ട്യൂസ്ഡേ റീകോൾ ചെയ്യുന്നു. എന്നിട്ട് ആ റീകോളിങ് നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ വീക്കിലും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ നിങ്ങൾ മൺഡേ പഠിച്ച കാര്യം നിങ്ങൾ ട്യൂസ്ഡേ റീകോൾ ചെയ്തു. ആ ട്യൂസ്ഡേ റീകോൾ ചെയ്ത കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 2 വീക്ക് കഴിഞ്ഞിട്ട് അത് വീണ്ടും എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം. അതെ, നിങ്ങൾ എന്താണ് മൺഡേ ഒരു ടോപ്പിക്ക് പഠിച്ചു, അത് ട്യൂസ്ഡേ നിങ്ങൾ റീകോൾ ചെയ്തു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഈ ട്യൂസ്ഡേ പഠിച്ച ടോപ്പിക് എന്ത് ചെയ്യുക, വീണ്ടും ഒന്ന് റീകോൾ ചെയ്യുക. അതാണ് ഈ സ്പേസ്ഡ് റിപ്പീറ്റേഷൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ റീകോളിങ് എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഓരോ 2 വീക്ക് കൂടുമ്പോഴും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റീകോൾ ചെയ്യുന്നത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ടോപ്പിക്ക്, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഡേറ്റ് പറഞ്ഞുതരാം. സെപ്റ്റംബർ 1 നിങ്ങൾ എന്ത് ചെയ്തു, ഒരു ടോപ്പിക്ക് പഠിച്ചു. സെപ്റ്റംബർ 2 നിങ്ങൾ എന്ത് ചെയ്തു, ആ ടോപ്പിക്ക് റീകോൾ ചെയ്തു. ആ റീകോളിങ് പിന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യേണ്ടത് എപ്പോഴാണ്, സെപ്റ്റംബർ 16 നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും റീകോൾ ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം, സെപ്റ്റംബർ 30 എന്ത് ചെയ്യണം, വീണ്ടും റീകോൾ ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം, ഒക്ടോബർ 10 നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും റീകോൾ ചെയ്യണം. അങ്ങനെ 2 ആഴ്ചത്തെ ഗ്യാപ്പിൽ എന്ത് ചെയ്യുക, ഈ റീകോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ പഠിച്ച കാര്യങ്ങൾ കുറേയൊക്കെ തലയിൽ നിൽക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ പഠിച്ചത് ഒരിക്കലും എന്ത് ചെയ്യില്ല, മറന്നു പോയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ എന്ത് ചെയ്യുക, പഠിക്കാൻ പോകുന്ന കാര്യത്തെ ടോപ്പിക്കാക്കി മാറ്റി നിങ്ങൾ പഠിക്കുമ്പോൾ എഴുതി പഠിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രമിക്കുക. ആ പഠിച്ച കാര്യങ്ങൾ പിറ്റേന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു, റീകോൾ ചെയ്യുന്നില്ല. കുളിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യുക, അത് റീകോൾ ചെയ്യുക. ആ റീകോളിങ് നിങ്ങൾ എന്ത് ചെയ്യണം, 2 ആഴ്ച കൂടുമ്പോൾ എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം. ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ മക്കളെ കുറേയൊക്കെ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ വെക്കാൻ സാധിക്കും. അപ്പോൾ ഈ പഠിച്ചത് മറന്നു പോകുന്ന പ്രശ്നങ്ങളുള്ള ആളുകൾ എന്ത് ചെയ്യുക, ഇനി അങ്ങോട്ടേക്കുള്ള സമയത്ത് പഠിക്കാനിരിക്കുമ്പോൾ ഈ രീതിയിലൊന്ന് പഠിച്ചു നോക്കിക്കേ. ഞാനൊരു 95% കുട്ടികളോടും പറയുകയാണ്, നിങ്ങൾക്കിത് ഉറപ്പായിട്ടും 95% കുട്ടികൾക്ക് എന്താണ്, ഈ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ റെഡിയാണോ, സെറ്റാണോ, ഓക്കെ ആണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ സാർ ഞാൻ ഇനി മുതൽ ട്രൈ ചെയ്യുന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. ഈ മറന്നു പോകുന്നതല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക. സോ വെൽക്കം ടു എഡ്യൂപോഡ്
+2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനൽസ് മീൻ നാഫി സൈനിങ് ഓഫ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ആരെങ്കിലും ഈ പഠിച്ചത് മറന്നു പോകുന്ന പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ പഠിച്ചിട്ട് ഓർത്തെടുക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെയൊക്കെ കൂടി എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. പാർട്ടായി പഠിക്കുന്നു, റീകോൾ ചെയ്യുന്നു, ആ റീകോളിങ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നു. സെറ്റല്ലേ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിലേക്കും ബൈ.